ബലിയായി നീ നൽകാനണയാം തിരുസന്നിധിയിൽ അലിവോടെന്നെ ബലിയായി നാഥ സ്വീകരിക്കൂ. അണയാമനുരഞ്ജിതമായി മനമാ അവിടുത്തെ സന്നിധിയിൽ ബലിയായി എന്നെ നൽകാനണയാം തിരുസന്നിധി. ബലിയായി നാഥ സ്വീകരിക്കൂ. അണയാമനുരഞ്ജിതമായി മനമാ അവിടുത്തെ സന്നിധിയിൽ. ഈ സുന്ദരമായ പ്രഭാതത്തിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ബലി ദൈവമക്കളായി നമുക്ക് ഒന്നു ചേർന്ന് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടി അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാൽ ഞാൻ വളരെയേറെ പാപം ചെയ്തു പോകും. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സർവ്വത്ര നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കനിയേണമേ, കനിയേണമേ, കർത്താവേ കനിയേണമേ, 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 ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവ്, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാട്, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണം. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണം. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടി പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പടുത്തുയർത്തിയവരെ അങ്ങേ സംരക്ഷണത്തിൽ നിന്ന് അങ്ങ് ഒരിക്കലും തള്ളിക്കളയുകയില്ലല്ലോ. അങ്ങേ നാമത്തോടെ എപ്പോഴും ഞങ്ങൾ ഭക്ത്യാദരങ്ങളും സ്നേഹമുള്ളവരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ജീവിച്ചു വാഴുന്ന കർത്താവ്, നമ്മുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവേ,
ഒന്നാം വായന ജോബിന്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിനെ ഉത്തരം നൽകി. ഗർഭത്തിൽ നിന്ന് സമുദ്രം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കതകടച്ച് തടഞ്ഞവൻ ആര്? അന്ന് ഞാൻ മേഘങ്ങളെ അതിന് ഉടുപ്പും കൂരിരുട്ടിനെ അതിനുടയാടയും ആക്കി. ഞാൻ അതിന് അതിർത്തികൾ നിശ്ചയിച്ച് കഥകളും ഓടാപ്പലുകളും ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു, ഇവിടം വരെ നിനക്ക് വരാം, അതിനപ്പുറമരുത്. ഇവിടെ നിന്റെ ഉദ്ധതമായ തിരമാലകൾ നിൽക്കണം. ദൈവ വചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രതിവചന സംഗീതം. തിരുനാഥ തവ നാമം വാഴ്ത്തിയിടും ഞാൻ, തിരുനാമസ്തുതി എൻ്റെ അധരം പാടും. തിരുനാഥ തവ നാമം വാഴ്ത്തിയിടും ഞാൻ, തിരുനാമസ്തുതി എൻ്റെ അധരം പാടും. ബലവാനം ദൈവം എൻ അഭിമാനമെന്നും, അതു കേൾക്കെ ബലഹീന ആനന്ദിക്കും. വരും നമ്മളൊന്നായി തൻ നാമം വാഴ്ത്താം. തിരുനാഥ തവ നാമം വാഴ്ത്തിയിടും ഞാൻ, തിരുനാമസ്തുതി എൻ്റെ അധരം പാടും. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ്യർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്ന്. സഹോദരൻ, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തതിനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വിവക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വിവക്ഷിച്ചിരുന്നെങ്കിലും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ദൈവ വചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. സായാഹ്നമായപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയിൽ വച്ച് ഉറങ്ങുകയായിരുന്നു. അവരവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ല. അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ട്. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ല? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് മഹത്വം. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞവരെ, ഈ
പാൻഡമിക് സിറ്റുവേഷനിൽ ലോകം മുഴുവൻ ഭയപ്പെട്ടിരിക്കുമ്പോൾ അന്തമില്ലാതെ COVID-19 വകഭേദങ്ങൾ വന്ന് ജൈത്രയാത്ര ചെയ്യുമ്പോൾ മാനവകുലം മുഴുവനും ഭയപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ രക്ഷകനായ യേശു നമുക്ക് തിരുവചനത്തിലൂടെ ശക്തി പകരുകയാണ്, നമുക്ക് പ്രചോദനം നൽകുകയാണ്, നമ്മളെ ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ ഈ ദൈവത്തിൻ്റെ ശക്തി വിശുദ്ധ ലിഖിതങ്ങളും അറിയാത്തതുകൊണ്ട് എല്ലാ മനുഷ്യരെ പോലെ നമ്മളും ഭയപ്പെട്ടു പോകുന്നു, നിരാശയിലേക്ക്, വേദനയിലേക്ക്, ദുഃഖങ്ങളിലേക്ക് പോവുകയാണ്. അത് കാണിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അഭാവം, അല്ലെങ്കിൽ നമ്മുടെ അവിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് വിശുദ്ധ ശ്വാസം. കുറച്ച് നാളുകൾ മുമ്പ് ഒരു അപ്പനും അമ്മയും 3 മക്കളും അടങ്ങുന്ന ഒരു കുടുംബം ചെറിയ ബിസിനസ്സൊക്കെ ചെയ്തു, അതിൽ നല്ല ലാഭമുണ്ടായി. അങ്ങനെ ബിസിനസ് വളർന്നു, നല്ല സാമ്പത്തികമായിട്ടുള്ള മെച്ചമുണ്ടായി. അപ്പോൾ സാമ്പത്തികമായിട്ട് ഉയർച്ചകൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ജീവിതങ്ങൾ മാറാറുണ്ട്. നാടോടുമ്പോൾ നടുവേ ഓടണമെന്നാണല്ലോ നമ്മുടെ ചിന്ത. അങ്ങനെ മെച്ചപ്പെട്ട ജീവിതമൊക്കെ ആയപ്പോൾ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, ഭാര്യയ്ക്ക് ഭർത്താവിന് നല്ല തിരക്ക്. അപ്പോൾ അവർക്ക് വചന വായനയില്ല, കുടുംബ പ്രാർത്ഥനയില്ല, ബലിയർപ്പണമില്ല, മക്കൾക്ക് കാറ്റസിമില്ല. കോച്ചിങ് ക്ലാസ്സുകളിലേക്ക് പോവുകയാണ് മക്കൾ, ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോവുകയാണ് മക്കൾ. അങ്ങനെ എല്ലാവരും ഭയങ്കര തിരക്കിലായി. ജീവിതത്തിൽ സൗകര്യങ്ങൾ ഉണ്ടായപ്പോൾ ദൈവത്തെ കൊണ്ട് ആവശ്യമില്ല എന്നൊരു ചിന്ത, തങ്ങളുടെ കഴിവും ബുദ്ധിശക്തിയും ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ ഉപയോഗിച്ചാണ് ഈ നേട്ടങ്ങൾ നേടിയതെന്നൊരു ചിന്ത ആ കുടുംബത്തിലേക്ക് വന്നപ്പോൾ, ഓരോരുത്തരിലേക്കും വന്നപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകന്നു. പെട്ടെന്ന് അവരുടെ ബിസിനസ്സിൽ തകർച്ചയുണ്ടായി, സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായി. പിന്നീട് അവർ കടഭാരത്തിലേക്ക് പോവുകയാണ്. ജീവിക്കാൻ ഒരു മാർഗവുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഭാര്യയും ഭർത്താവും ആത്മഹത്യ ചെയ്യാമെന്ന് കരുതി പോവുകയാണ്. പക്ഷേ അവരെ കണ്ടെത്തിയ ഒരു മനുഷ്യൻ അവരെ കുറച്ച് ഉപദേശിച്ച് വീട്ടിൽ കൊണ്ടുപോകും. ജീവിക്കാൻ ഒരു മാർഗമില്ല, ഭക്ഷിക്കാൻ ഒന്നുമില്ല. മകൻ അപ്പനോട് പറഞ്ഞു, അപ്പ എനിക്ക് വിശക്കുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നു, ഒരു കവർ ബിസ്ക്കറ്റെങ്കിലും വാങ്ങിച്ചത്, ഞാൻ ചൂടുവെള്ളത്തിൽ മുക്കി അത് കഴിക്കട്ടെ. ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരപ്പൻ അത് ഇറങ്ങിപ്പോവുകയാണ്, വീട് വിട്ടു പോവുകയാണ്. അദ്ദേഹം പോയി. അദ്ദേഹത്തിൻ്റെ രക്തം കൊടുത്ത് 120 രൂപ കിട്ടി. അതിന് ബിസ്ക്കറ്റും മറ്റെന്തോ സാധനങ്ങളും വാങ്ങിച്ചു വീട്ടിൽ വന്നു. ആരോടും ഒന്നും പറഞ്ഞില്ല, ജീവിക്കാൻ ഒരു മാർഗം. അങ്ങനെ മൂത്ത മകൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ, അടുത്തുള്ള കൊച്ചുകുട്ടികൾക്ക് ട്യൂഷനൊക്കെ എടുത്ത് അങ്ങനെ ചെറിയ ഒരു വരുമാനം. പിന്നെ അടുത്തുള്ളവരൊക്കെ അരിയും മറ്റു സാധനങ്ങളും ഒക്കെ കൊടുത്തു. അങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയാണ്.
അങ്ങനെ അവർ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കണ്ണുനീരോടെ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് വീണ്ടും ജീവിതത്തിലേക്ക് ഐശ്വര്യം വന്നു. ജീവിതത്തിൽ ഉയർച്ചയുണ്ടായി. ഇന്നവർ നല്ല ഒരു കുടുംബജീവിതം നയിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞത് നമുക്ക് ജീവിതത്തിൽ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ, നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തെയും മനുഷ്യരെയും മറന്നുപോകും. ഇന്നത്തെ തിരുവചനത്തിലും നമ്മൾ കാണുന്നത് യേശു അത്ഭുതം പ്രവർത്തിച്ചു, അപ്പം ഭക്ഷിച്ചു തൃപ്തരായ ജനതയും 12 കൊട്ട നിറയെ അപ്പവുമായി സന്തോഷത്തോടെ വഞ്ചി തുഴഞ്ഞു പോകുന്ന ശിഷ്യന്മാരും. അങ്ങനെ വഞ്ചി നടുക്കടലിലെത്തിയപ്പോൾ പെട്ടെന്നൊരു കൊടുങ്കാറ്റുണ്ടായി. ആഴിത്തിരമാലകൾ, രാക്ഷസ തിരമാലകൾ ഉയർന്നു വന്നു. അവർ ഭയപ്പെട്ടു, അവർ ആടി ഉയർന്നു. അമരത്ത് യേശുവിന് അവർ വിളിച്ചുണർത്തി. അവർ 2 ചോദ്യം ചോദിച്ചു. ഞങ്ങളെക്കുറിച്ച് ശ്രദ്ധയില്ല, ഞങ്ങൾ നശിക്കുന്നത് കാണുന്നില്ല. ഈ കാലഘട്ടത്തിൽ വിശ്വാസികൾ പോലും ചോദിക്കുന്ന ചോദ്യമാണ്. ഞങ്ങൾ നശിക്കുന്നത് കാണുന്നില്ലേ, ഞങ്ങളെക്കുറിച്ച് ശ്രദ്ധയില്ലേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? ഒരു പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ എത്താതെ പോകുന്നില്ല. ഒരു കണ്ണുനീരും ദൈവം കാണാതെ വീഴുന്നില്ല. യേശു ഉണർന്നു കൊടുങ്കാറ്റിനോട് പറഞ്ഞു, അടങ്ങുക. പിടിച്ചു കെട്ടിയതുപോലെ കൊടുങ്കാറ്റടങ്ങി. രാക്ഷസ തിരമാലകളെ പോലെ ഉയർന്നു വന്ന തിരമാലകളോട് യേശു പറഞ്ഞു, ശാന്തമാകുക. പെട്ടെന്ന് അത് ശാന്തമായി. യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് വിശ്വാസം? ഇന്ന് നമ്മളോട് എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ഭയപ്പെട്ടിരിക്കുന്ന നമ്മളോട് യേശുവിൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് വിശ്വാസം? ദൈവം നമ്മുടെ കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്നവൻ വിളിക്കും. അങ്ങ് അകലെ എവിടെയോ അല്ല, അവൻ നമ്മുടെ ഈ കയ്യെത്തുന്ന ദൂരത്ത്, നമ്മുടെ ഈ കണ്ണെത്തുന്ന ദൂരത്ത് നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ജീവിതത്തിൽ സങ്കടം വരുമ്പോൾ, ഉറ്റവരും ഉടയവരും നമ്മളെ വിട്ടുപോകുമ്പോൾ, ഒറ്റപ്പെട്ടു പോകുമ്പോൾ, സങ്കട വഴിയിലാകുമ്പോൾ നിരാശരാകാതെ ദൈവത്തെ മുറുകെ പിടിക്കുക. കർത്താവായ യേശുക്രിസ്തുവിനെ മുറുകെ പിടിക്കുക. അവിടുന്ന് നമ്മുടെ ദൈവമാണ്. ഒരിക്കലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, വിശ്വാസത്തോടെ നമ്മുടെ ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ജീവിതമാകും നൗകയിൽ നിങ്ങൾ ഏകരല്ലെന്നോർത്തോളൂ. ജീവിതമാകും നൗകയിൽ നിങ്ങൾ ഏകരല്ലെന്നോർത്തോളൂ. അമരത്തുണ്ട് യേശുനാഥൻ, അലയാഴിക്കുന്നതിവനവൻ. അമരത്തുണ്ട് യേശുനാഥൻ, അലയാഴിക്കുന്നതിവനവൻ. ജീവിതമാകും നൗകയിൽ നിങ്ങൾ ഏകരല്ലെന്നോർത്തോളൂ. ജീവിതമാകും നൗകയിൽ നിങ്ങൾ ഏകരല്ലെന്നോർത്തോളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യം അദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിനും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവത്തിനും എല്ലാ യോഗങ്ങൾക്കും പിതാവിനും ജനിച്ചതുമായ യേശുക്രിസ്തുവിനും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവം, പ്രകാശത്തിലുള്ള പ്രകാശവും, സത്യദൈവത്തിലുള്ള സത്യദൈവം, ജനിച്ചവരിൽ സൃഷ്ടിക്കപ്പെടാത്തതും പിതാവായ സത്യലേഖനുമായി അവിടുന്ന് വഴി സർവ്വം സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി. പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട്
വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യും, പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യും. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിനും പുത്രനും പുറപ്പെടുന്നവൻ, പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നു. പ്രവാചകന്മാർ വഴി സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുന്നു. മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. ജന്മം ധന്യമായി തീരാ തിരുമാറി ചേർക്കേണമേ നാഥ, എന്നെയും കൈക്കൊള്ളണമേ. എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ, ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈ അപ്പം അങ്ങയുടെ കാരണത്താലാണല്ലോ ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങളുടെ നിത്യജീവന്റെ ഭോജനമായി തീരുവാനുള്ള ഈ ഭൂമിയുടെയും മനുഷ്യപ്രയത്നത്തിന്റെയും ഫലമായി ഞങ്ങൾക്ക് കഴിഞ്ഞ പിതാവ് അങ്ങെന്നും വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ, അങ്ങെന്നും വാഴ്ത്തപ്പെടട്ടെ. അബ്രാമിൻ ബലി പോലെ യോഗ്യമായി ഈ ആലയത്തിൻ തിരുനടയിൽ ഒരു പൈതലിൻ നൈർമല്യമേറി പോലർപ്പിക്കുന്നു. നിറയുമീ വീഴുകളും നീറുമെൻ ഹൃദയവും സ്വീകരിക്കൂ, സ്വീകരിക്കൂ, സ്വീകാര്യമാകുവാൻ ചേർത്തണയ്ക്കൂ. എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ, ഞാൻ കാഴ്ചവെക്കുന്ന ഈ ഞങ്ങളുടെ കാരണത്താലാണ് ലഭിച്ചത്. ഞങ്ങളുടെ നിത്യജീവന്റെ പാനീയമായി തീരുമാനം വൈകുന്നു. മുന്തിരിവല്ലോടെയും മനുഷ്യപ്രയത്നത്തിന്റെയും ഫലമായി ഞങ്ങൾക്ക് പിതാവേ അങ്ങെന്നും വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ, അങ്ങെന്നും വാഴ്ത്തപ്പെടട്ടെ. പ്രിയ സഹോദരി, എന്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ സമസ്തയുടെ നിർമ്മിക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, സംപ്രീതിയുടെയും സ്തുതിയുടെയും ഈ ബലി സ്വീകരിക്കണം. അതിന്റെ പ്രവർത്തനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേക്ക് പ്രീതികരമായ ഞങ്ങളുടെ മാനസങ്ങളുടെ സ്നേഹാർപ്പണം സമർപ്പിക്കാൻ മക്കളായ ഞങ്ങളെ കനിഞ്ഞ് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയുന്നുണ്ട്. ആമീൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കും. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കും. അത് ഉചിതവും ന്യായമാണ്. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവം, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണ്. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നിയ അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി. അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉദ്ധാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്യും. ആകയാൽ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, നിരുപമ
സർവവിശുദ്ധിയുടെ ഉറവിടമായി സത്യമായി ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കേണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായി യേശുക്രിസ്തുവിന്റെ ശരീരം രക്തവുമാ തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാലും നിങ്ങൾക്ക് വേണ്ടി അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം ഞങ്ങളീ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്നു കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരും ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയും ഞങ്ങളുടെ തിരുവതാധ്യക്ഷനായ സുസപ്പാക്കി മെത്രാപ്പൊലീത്തയും
ക്രിസ്തുദാസ് സഹായമെത്രാനോട് വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയുടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങേ കാലത്തിൽ മരണമുള്ള സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങൾ എല്ലാവരും കരുതണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൽ ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോട് അനുഗ്രഹീതരായ അപ്പോസ്തലന്മാർ കാലാകാലങ്ങൾ അങ്ങ് പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോട് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കും. അങ്ങേ പുത്രനായ യേശുക്രിസ്തുവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടു കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. ആമേൻ ആമേൻ ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ നിർബോധിതരായ ദിവ്യോപദേശത്താൽ രൂപപ്പെടുന്നതായ നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ ദന്താത നിന്നാമം പൂജിതം ആയിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ നിന്നുള്ളം പാരിലും ആയിടേണം. അന്നു വേണ്ടുന്നോരാഹാരം ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ വ്യത്യാസ ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ട് നാം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകും. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നെങ്കിൽ അപ്പോസ്തലന്മാരുടെ അറിയിച്ച കർത്താവായ യേശുക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങ് സഭയുടെ വിശ്വാസം നിൽക്കുന്നതാണ്. അങ്ങേ തിരുസഭയ്ക്ക് വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയുന്നു എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ഈ ആത്മാവോടും കൂടി നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നു. ദിവ്യകുഞ്ഞാട് വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ വരുവാൻ വേണ്ട യോഗ്യത എനിക്കില്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ നിന്റെ മുൻപിൽ കാഴ്ചയിട ഉൾത്തടത്തിൻ ദുഃഖഭാരമില്ല നിന്തോളിലേകുവാൻ ഓർത്തില്ല ഞാൻ ഉൾത്തടത്തിൻ ദുഃഖഭാരമില്ല നിന്തോളിലേകുവാൻ ഓർത്തില്ല ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു ദൈവസ്നേഹം എത്ര സുന്ദരം ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം നിന്റെ മുൻപിൽ കാഴ്ചയിടാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും അമൂല്യമായ ഈ ഭോഷണത്താൽ നവീകൃതരായ അങ്ങേ കാരണത്തിനായി മക്കളായ ഞങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കും. അങ്ങനെ നിരന്തര ഭക്തിയാൽ അനുഷ്ഠിക്കുന്നത് സുനിശ്ചിതമായ രക്ഷയിലൂടെ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവേ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവിനോടുകൂടെ സർവശക്തനായ ദൈവം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ, ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ.